ഞാൻ ഇന്നിവിടെ ലോകത്തിൻ്റെ അറ്റത്ത് നിൽക്കുമ്പോൾ ഇഷുവായിൽ നിന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്രയുടെ അടുത്ത അധ്യായം തുടങ്ങുന്നു. ഞാൻ നിങ്ങളുടെ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ അന്റാർട്ടിക്ക സോളോ ട്രിപ്പിൻ്റെ 4ാം എപ്പിസോഡ്. ഇനി തുടങ്ങുന്നതാണ് ശരിയായ സാഹസികത. ഉഷുവായ പോർട്ടിൽ നിന്നും ആൽബർട്ടോസ് എക്സ്പെഡിഷൻ എന്ന ഷിപ്പിൽ കയറി എല്ലാ ജോയിനിങ് ഫോർമാലിറ്റീസുകളും പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ പതുക്കെ കപ്പലിൻ്റെ 8ാം നിലയിലേക്ക് മുൻവശത്തേക്ക് നടന്നു വന്നു. അവിടെ നിന്നപ്പോൾ തോന്നിയത് ഇത് വെറുമൊരു യാത്രയുടെ തുടക്കമല്ല, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകാത്ത ഒരു അനുഭവത്തിൻ്റെ കവാടത്തിൽ നിൽക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. മുൻനിരയിൽ ശാന്തമായി വിരിഞ്ഞു കിടക്കുന്ന ഉഷുവ പോർട്ട്, ചുറ്റും തണുത്ത കാറ്റ്, ദൂരം മഞ്ഞും മൂടിയ മലകൾ, അതിന് നടുവിൽ നങ്കൂരമിട്ട് നിൽക്കുന്ന ഒരു വലിയ കപ്പലും അതിനോട് ചേർന്ന് മറ്റ് 2 ചെറിയ കപ്പലുകളും ഇവിടെ നങ്കൂരമിട്ടിരിക്കുന്നു. അങ്ങനെ കുറച്ചു നേരം ആ ദൃശ്യങ്ങൾ ആസ്വദിച്ച് നിൽക്കുമ്പോഴാണ് കപ്പലിൻ്റെ കപ്പിത്താനിൽ നിന്നും ഒരു പബ്ലിക് അനൗൺസ്മെൻറ്റ് കേട്ടത്. എല്ലാവരും ഉടൻ തന്നെ അവരവരുടെ റൂമിലുണ്ടായിരിക്കുന്ന ലൈഫ് ജാക്കറ്റുമായി എടുത്ത് മെയിൻ ഹാളിലേക്ക് എത്തണം. കാരണം യാത്ര തുടങ്ങുന്നതിന് മുൻപ് നിർബന്ധമായി നടത്തേണ്ട എമർജൻസി ഇവാക്വേഷൻ ഡെമോൺസ്ട്രേഷൻ ആരംഭിക്കാനിരിക്കുകയാണ്. ഞാൻ ഉടൻ തന്നെ റൂമിലേക്ക് പോയി ലൈഫ് ജാക്കറ്റ് എടുത്ത് ഹാളിൽ എത്തി. അവിടെ ഇതിനകം തന്നെ 100 കണക്കിന് യാത്രക്കാർ ഒരുമിച്ച് കൂടിയിരുന്നു. കപ്പലിലെ സ്റ്റാഫ് വളരെ ശാന്തമായും വ്യക്തമായും ലൈഫ് ജാക്കറ്റ് ശരിയായി എങ്ങനെ ധരിക്കണം എന്ന് കാണിച്ചു തന്നു. ഒരു ചെറിയ പിഴവ് പോലും അവിടെ അനുവദനീയമല്ലായിരുന്നു. അവരുടെ ഓരോ വാക്കിലും മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ പോകുന്നത് ഒരു സാധാരണ സമുദ്ര യാത്രയ്ക്കല്ല, ലോകത്തിലെ ഏറ്റവും അപകട സാധ്യതയുള്ളതും പ്രവർത്തിക്കാനാവാത്തതുമായ സമുദ്ര മേഖലയിലേക്കാണെന്ന് അവർ വിശദീകരിക്കുന്നുണ്ടായിരുന്നു. ലൈഫ് ജാക്കറ്റ് സുരക്ഷിതമായി എങ്ങനെ ധരിക്കണം എന്ന് ഓരോ ഘട്ടവും വളരെ വ്യക്തമായി അവർ കാണിച്ചു തന്നിരുന്നു. ആദ്യം ജാക്കറ്റ് ശരിയായ തലയ്ക്ക് മുകളിലൂടെ ഇടണം, ശേഷം മുന്നിലുള്ള ബെൽറ്റുകൾ ഉറപ്പായി കെട്ടണം, ഒടുവിൽ അടിയന്തരാവസ്ഥയിൽ മാത്രം ഉപയോഗിക്കേണ്ട ലൈറ്റും വിസിലും എവിടെയാണ് എന്നും വിശദീകരിച്ചു. ആരും ഒരു പിഴവും വരാതിരിക്കാൻ സ്റ്റാഫ് ഓരോരുത്തരുടെയും ലൈഫ് ജാക്കറ്റ് പ്രത്യേകം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും 2 ഗ്രൂപ്പുകളായി തിരിച്ചു. ഓരോ ഗ്രൂപ്പിനും വേറിട്ട വഴികളിലൂടെ ഹാളിന് പുറത്തേക്ക് നയിച്ചു. യഥാർത്ഥ അടിയന്തരാവസ്ഥ വന്നാൽ ആളുകൾ ഒരുമിച്ച് തിരക്ക് പിടിക്കാതെ ശാന്തമായും ക്രമബദ്ധമായും എങ്ങനെ പുറത്തേക്ക് നീങ്ങണം എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. അതിനുശേഷം ഓരോരുത്തരുടെയും അവരവരുടെ മസ്റ്റർ സ്റ്റേഷൻ അഥവാ അടിയന്തരാവസ്ഥയിൽ എത്തേണ്ട സുരക്ഷാ പോയിന്റിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്താൻ ഏത് വഴിയിലൂടെ പോകണം, ലിഫ്റ്റ് ഉപയോഗിക്കരുത്, എങ്ങനെ ശാന്തമായി നീങ്ങണം, എവിടെ നിൽക്കണം, എല്ലാം വളരെ വിശദമായി അവർ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഒടുവിൽ ആ എസ്കേപ്പ് പോയിന്റിൽ നിന്നും പുറത്തേക്ക് പോകുന്ന നടപടിക്രമങ്ങളും ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ ക്രമ നമ്പർ അനുസരിച്ച് ആ എസ്കേപ്പ് പോയിന്റിലേക്ക്, അതായത് മസ്റ്റർ ഏരിയയിലേക്ക് പോകുന്ന രംഗമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഗ്രൂപ്പുകളെ കൈകാര്യം ചെയ്ത് എക്സ്പെഡിഷൻ ഷിപ്പും പ്രവർത്തിപ്പിച്ചും നല്ല പരിചയസമ്പന്നരായ ക്രൂ മെമ്പേഴ്സായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത്. അത് കാരണം ഓരോ പോയിന്റുകളും അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കാണുകയും ഇതിൽ പങ്കെടുക്കുകയും ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടത്. ഈ യാത്രയുടെ യഥാർത്ഥ ഭാരം മനസ്സിലായതും അപ്പോഴാണ്. ഇത് വെറും ഒരു ക്രൂയിസ് യാത്രയല്ല, പ്രകൃതിയുടെ ഏറ്റവും ശക്തമായ ഭാഗത്തുള്ള ഒരു പ്രവേശന കവാടമാണ്. അതുകൊണ്ടാണ് ഇവിടെ ഓരോ നിയമവും ഓരോ നിർദ്ദേശവും ഓരോ ഡെമോൺസ്ട്രേഷനും ഉപേക്ഷിക്കാൻ പറ്റാത്തത്ര പ്രാധാന്യത്തിൽ ഇവർ അവതരിപ്പിക്കുന്നതും ഞങ്ങളെ പങ്കെടുപ്പിക്കുന്നതും. അല്പസമയത്തിനകം ആ എസ്കേപ്പ് പോയിന്റ് ഒരു സാധാരണ സുരക്ഷാ സ്ഥലമായി മാത്രം നിന്നില്ല. ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നെത്തിയ ആളുകൾ, വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും ജീവിതശൈലിയും ഉള്ളവർ എല്ലാവരും ഒരുമിച്ച് അവിടെ നിന്നപ്പോൾ അത് ഒരു ചെറിയ ലോകം പോലെ തോന്നി. ആരുടെ മുഖത്ത് ഭയമോ ആശങ്കയോ ഇല്ലായിരുന്നു. പകരം മുന്നിൽ കാത്തിരിക്കുന്നത് അന്റാർട്ടിക്കൻ യാത്രയുടെ ആവേശം മാത്രം. എല്ലാവരും ലൈഫ് ജാക്കറ്റ് ധരിച്ച നിലയിൽ പരസ്പരം ചിരിച്ചും ഫോട്ടോ എടുത്തും കൈവീശിയും ഒരുമിച്ച് സംസാരിച്ച് നിൽക്കുന്നു. ചിലർ പാട്ടുപാടാൻ തുടങ്ങി, ചിലർ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാഷയിൽ തമാശകൾ പറഞ്ഞു, പിന്നെ ചിലർ നൃത്തം ചെയ്യാനും തുടങ്ങി. ആ നിമിഷം അത് ഒരു എമർജൻസി ഡെമോൺസ്ട്രേഷൻ പോയിന്റ് അല്ലാതെ ഒരു ഉത്സവവേദിയായി മാറി. ആരും ആരെയും അറിയാത്തവർ ആയിരുന്നുവെങ്കിലും ആ നിമിഷത്തിൽ നമ്മളെല്ലാവരും ഒരേ സ്വപ്നം പിന്തുടരുന്ന ഒരേ സംഘമായി മാറിയിരുന്നു, അന്റാർട്ടിക്കയെ കാണാനുള്ള സ്വപ്നം. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ മാത്രമേ ഇങ്ങനെ നമുക്കുണ്ടാകൂ. ഭാഷയും രാജ്യവും സംസ്കാരവും എല്ലാം മറന്ന് മനുഷ്യൻ ഒരുമിച്ച് നിൽക്കുകയും സന്തോഷം മാത്രം പങ്കിടുകയും ചെയ്യുന്ന നിമിഷങ്ങൾ. അതിനുശേഷം ഞാൻ വീണ്ടും കപ്പലിൻ്റെ മുൻവശത്തേക്ക് നടന്നു വന്നു. അവിടെ എത്തിയപ്പോൾ എല്ലാവരും ഒരേ ദിശയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു, പിന്നിലേക്ക് പതുക്കെ മാറിപ്പോകുന്ന ഇഷുവ പട്ടണത്തിലേക്ക്. കയ്യിൽ ക്യാമറയും മൊബൈലും പിടിച്ച് പലർക്കും ഫോട്ടോ എടുത്ത് മതിയാവുന്നില്ല. ഓരോ നിമിഷവും ഓരോ കാഴ്ചയും അവർ സൂക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ലോകത്തിൻ്റെ അവസാന നഗരമെന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഥലത്തെ ഇങ്ങനെ ഒരുമിച്ച് ഒരു ഫ്രെയിമിൽ കാണാൻ സാധിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അനുഭവമാണ്. അതുകൊണ്ട് കൃത്യം വൈകുന്നേരം 6 മണിക്ക് കപ്പൽ തീരവുമായി ബന്ധിച്ചിരുന്ന ബെർത്ത് കണക്ഷൻ പതുക്കെ വേർപെടുത്തി.
ഒരു ചെറിയ വിറയിലൂടെ കപ്പൽ നീങ്ങിത്തുടങ്ങി. ആ നിമിഷം മുഴുവൻ കപ്പലും കയ്യടിയിലും ആവശ്യത്തിലും ചിരിയിലും അട്ടഹാസത്തിലും നിറഞ്ഞു. ചിലർ കൈവീശി, ചിലർ സന്തോഷത്തോടെ വിളിച്ചു, ചിലരുടെ കണ്ണുകൾ ആഹ്ലാദം നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ എല്ലാം മറന്ന് അവരുടെ കൂടെ ആ നിമിഷത്തിൽ ലയിക്കുകയും ചെയ്തു. മുന്നിൽ വിരിഞ്ഞു കിടക്കുന്ന കടൽ, പിന്നിൽ മലകളുടെ മടിയിൽ ചേർന്നിരിക്കുന്ന ഉഷുവ പട്ടണം, വെള്ളയും നിറവുമായ ചെറിയ വീടുകൾ, തീരത്ത് നിരന്നു കിടക്കുന്ന കപ്പലുകൾ, അതിന് പിന്നിലും മഞ്ഞ് തൊട്ട് നിൽക്കുന്ന മലനിരകൾ, ഇതെല്ലാം ചേർന്ന് ഒരു വലിയ ചിത്രപടം പോലെ തോന്നി. സൂര്യൻ്റെ അവസാന വെളിച്ചം പട്ടണത്തിന് മേൽ പതിക്കുമ്പോൾ മുഴുവൻ നഗരവും സ്വർണ്ണത്താൽ തിളങ്ങുന്ന പോലെയായിരുന്നു തോന്നിയത്. പക്ഷേ ആ ഭംഗി വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. പതുക്കെ, വളരെ പതുക്കെ ഉഷുവ നഗരം ദൂരേക്ക് മാറി തുടങ്ങി. ഇനി നമ്മുടെ മുന്നിൽ കാത്തിരിക്കുന്നത് അടുത്ത അത്ഭുതമാണ്. ലോകത്തിൻ്റെ തെക്കേയറ്റത്തെ ആ പ്രസിദ്ധമായ സമുദ്ര വഴി, ബീഗൾ ചാനൽ. ബീഗൾ ചാനൽ ലോകത്തിൻ്റെ തെക്കേയറ്റത്തെ ഉഷുവായെയും പെട്രോ വില്യംസിനെയും ബന്ധിപ്പിക്കുന്ന അത്യന്തം മനോഹരവും ചരിത്രപ്രധാനവുമായ ഒരു കടൽപ്പാതയാണ്. ഏകദേശം 240 കിലോമീറ്റർ നീളമുള്ള ഈ ചാനൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നീളുന്നു. ചില ഭാഗങ്ങളിൽ വെറും 5 കിലോമീറ്റർ വീതിയേ ഉള്ളൂ. ഈ ചാനലിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന അർജന്റീനയുടെ ഭാഗമായ തീര ഡെൽ ഫ്യൂഗോ ദ്വീപാണ്. അതിലാണ് ഉഷുവായ എന്ന ലോകത്തിൻ്റെ അവസാന നഗരമെന്ന് വിളിക്കപ്പെടുന്ന പട്ടണം. മറുവശത്ത് തെക്ക് ഭാഗത്ത് ചിലിയുടെ ഭാഗമായ നവീറുണ ഐലൻഡ്, ഹോസ്റ്റേ ഐലൻഡ് തുടങ്ങിയ ദ്വീപുകളാണ്. അവിടെയാണ് ചെറുതെങ്കിലും പ്രശസ്തമായ പെട്രോ വില്യംസ് സ്ഥിതി ചെയ്യുന്നത്. അതും ലോകത്തിലെ ഏറ്റവും തെക്കേയറ്റത്തെ പട്ടണങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. നമ്മുടെ ഈ കപ്പലിൻ്റെ ഇടതുവശത്ത് കാണുന്നത് അർജന്റീനയുടെ തീരവും മലനിരകളും ആയിരുന്നു. വലതുവശത്ത് കാണുന്നത് ചില്ലിയുടെ ദ്വീപുകളും കുന്നുകളുമാണ്. ചില ഭാഗങ്ങളിൽ അത്രയും അടുത്തായിരിക്കും ഇരുവശങ്ങളും. ഒരേ സമയം രണ്ട് രാജ്യങ്ങളും ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയുന്നത്ര. ലോകത്ത് വളരെ കുറച്ച് സ്ഥലങ്ങളാണ് ഇങ്ങനെ ഒരു കാഴ്ച ലഭിക്കുക. 1830കളിൽ പ്രശസ്ത ശാസ്ത്രജ്ഞനായിരുന്ന ചാർലസ് ഡാർവിൻ ഈ ഒരു കപ്പലിൽ യാത്ര ചെയ്തിരുന്നു ഈ ഭാഗത്തുകൂടി. അദ്ദേഹം ഈ പ്രദേശം കണ്ടും പഠിച്ചും ചെയ്ത അനുഭവങ്ങൾ പിന്നീട് അദ്ദേഹത്തിൻ്റെ പരിണാമ സിദ്ധാന്തത്തിന് വലിയ പ്രചോദനമായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ചാനൽ വെറും ഒരു കപ്പൽ പാതയല്ല, ചരിത്രവും ഭൂമിശാസ്ത്രവും സാഹസികതയും ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു അത്ഭുത സ്ഥലമാണ്. നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തവും അതേസമയം ഏറ്റവും ഭയപ്പെടുത്തുന്നതുമായ സമുദ്രഭാഗത്തേക്കാണ്, ഡ്രേക്ക് പാസേജ്. ഡ്രേക്ക് പാസേജ് എന്നത് തെക്കേ അമേരിക്കയുടെ അവസാന അറ്റമായ കേപ്പ് ഹോണിനും അന്റാർട്ടിക്കയുടെ വടക്കേ അറ്റത്തുള്ള സൗത്ത് ഷെർലാൻഡ് ഐലൻഡിനും ഇടയിൽ കിടക്കുന്ന ഏകദേശം 1000 കിലോമീറ്റർ വീതിയുള്ള സമുദ്രപാതയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ കാറ്റുകളും തിരമാലകളും ഇവിടെ കൂട്ടിച്ചേരുന്നു. കാരണം ഭൂമിയെ ചുറ്റിപ്പോകുന്ന തെക്കൻ സമുദ്രത്തിനിടയിൽ ഇവിടെ മാത്രമാണ് വലിയ ഭൂഖണ്ഡങ്ങളില്ലാതെ ഒരു തുറന്ന വഴിയുള്ളത്. അതുകൊണ്ട് കാറ്റും തിരമാലകളും ആയിരക്കണക്കിന് കിലോമീറ്റർ തടസ്സമില്ലാതെ പാഞ്ഞെത്തുന്നു. യാത്രക്കാർ ഡ്രേക്ക് ലേക്ക് എന്നും ഡ്രേക്ക് ഷേക്ക് എന്നും വിളിക്കുന്ന രണ്ട് മുഖങ്ങളുണ്ട് ഈ കടലിന്. കടൽ വളരെ ശാന്തമായാൽ അതിനെ ഡ്രേക്ക് ലേക്ക് എന്നും, പക്ഷേ പലപ്പോഴും അത് ഡ്രേക്ക് ഷേക്ക് ആയാണ് മാറുന്നത്. കപ്പൽ ഇടത് വലത് ചരിഞ്ഞും മുന്നോട്ടും പിന്നോട്ടും ഊർന്നിറങ്ങിയും മുറിയിലുള്ള സാധനങ്ങൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചും തുടങ്ങിക്കാണുന്നത് പല സന്ദർഭങ്ങളുമുണ്ട്. 20 മുതൽ 40 അടി വരെ ഉയരമുള്ള തിരമാലകൾ ഇവിടെ സാധാരണയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാത്രിയും നാളെയും പലർക്കും ഒരു കഠിന അനുഭവമാക്കാൻ പോകുന്നത്. ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടാകും. പലർക്കും കടൽ വൈകല്യം അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടായാലും അന്റാർട്ടിക്കയിലേക്കുള്ള യാത്രയുടെ ഏറ്റവും വലിയ പരീക്ഷണവും ഏറ്റവും വലിയ ഓർമ്മയും ഇതാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സമുദ്രധാരയായ അന്റാർട്ടിക് സർക്കംപോളാർ കറന്റ് ഇതുവഴി ഒഴുകുന്നു. അതിനാൽ നമ്മൾ കടന്നു പോകുന്നത് വെറും കടൽ മാത്രമല്ല, അറ്റ്ലാന്റിക്, പസഫിക്, തെക്കൻ സമുദ്രം, ഇവ മൂന്നും തമ്മിൽ കൂട്ടുമുട്ടുന്ന ഒരു അത്ഭുത സ്ഥലത്തുകൂടിയാണ് നമ്മൾ ഇപ്പോൾ പാസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ റൂമിൻ്റെ ജനലിൽ നിന്നെടുക്കുന്ന പിക്ചറുകളാണ് ഇത്. ജനൽ തുറക്കാനോ ബാൽക്കണിയിൽ പോകാനോ മേളത്തെ നിലയിൽ പോകാനോ സ്വതന്ത്രമായി നടക്കാനോ ഒന്നും ഇപ്പോൾ അനുവാദമില്ല. ആഹാരം വേണമെന്നുണ്ടെങ്കിൽ തന്നെ അവർ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ റൂമിൽ എത്തിച്ചേരും. കാരണം വെളിയിലേക്ക് റൂമിന് വെളിയിൽ ഇറങ്ങുന്നത് പോലും വളരെ അപകടകരമാണ്. തുറന്ന കടലിലേക്ക് നീങ്ങുകയാണ് ഇത് ഇപ്പോൾ. ഇന്നത്തെ രാത്രിയിൽ ജനാലയ്ക്ക് പുറത്തേക്ക് കാണുന്നതും ഇരുണ്ട കടലും കാറ്റിൻ്റെ ശബ്ദവും മാത്രമായിരിക്കും നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. നാളെ ഈ യാത്രയുടെ ഏറ്റവും ഭയാനകരവും അത്ഭുതകരമായ ഭാഗം നമ്മളെ കാത്തിരിക്കുന്നു, ഡ്രേക്ക് പാസേജിൻ്റെ. കപ്പലിൻ്റെ ഓരോ ഭാഗത്തും കടലിൻ്റെ ശക്തിയായ പ്രതികരണം നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ചിലപ്പോൾ കപ്പലിൻ്റെ മുൻവശം തിരമാലകളിലേക്ക് ഇടിച്ചു കയറുമ്പോൾ വെള്ളം മുകളിലേക്ക് പൊട്ടി ഉയർന്ന് ജനകൾ വരെ തട്ടി വീഴുന്നതും അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും അതേസമയം ഈ അനുഭവം അത്ഭുതകരമാണ്.
ലോകത്തിലെ ഭയാനകരമായ സമുദ്രപാതയിലൂടെയാണ് ഞാനിപ്പോൾ യാത്ര ചെയ്തത് എന്നൊരു വിചിത്രമായ അഭിമാനം എൻ്റെ ഉള്ളിൽ നിറയുന്നു. കാരണം ഈ ഡ്രേക്ക് പാസിനെ ജയിച്ച ശേഷമേ അന്റാർട്ടിക്ക എന്നെ യഥാർത്ഥത്തിൽ സ്വീകരിക്കുകയുള്ളൂ. അടുത്ത എപ്പിസോഡിൽ തുടരും.